23 ഇവരെ ഇവിടെ വയർ പോകുന്നു, അവര് 5 റെഫറൻസ് എടുക്കുന്നു, അവര് 1 ലക്ഷം ചുരുക്കിയിട്ട് ക്ലോസ് ചെയ്യുന്നു. ദെൻ 60,000 രൂപ വരുമാനം, അത് മതി. അപ്പൊ 2 കോടിയിലേക്കുള്ള ആദ്യത്തെ ടാസ്ക് ആണ് 60,000 രൂപ. പിന്നെ മറ്റൊരു കാര്യം, ഈ 60,000 രൂപയില് 30,000 നിങ്ങൾക്കുള്ളതാണ്. പക്ഷെ 30,000 ചെലവാക്കാൻ പാടില്ല. എന്താണെന്നറിയോ? ഈ 30,000 രൂപ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തെങ്കിലേ അടുത്ത സെക്ടറിലേക്ക് പോകാൻ പറ്റും. ഇത് മുട്ടടിക്കരുത്. 30,000 നിങ്ങൾ വീട്ടിൽ കൊടുക്കുക, കടമിട്ട് എന്തെങ്കിലും ചെയ്തു. 30,000 വിളിക്കുന്ന പേരാണ് കോക്ക, COCA. എഴുതിക്കോ, കോക്ക, കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെലവാക്കേണ്ട തുക. ഇത് ചെലവാക്കിയെങ്കിൽ മാത്രമേ അടുത്ത മാസം നമുക്ക് ലഭിക്കേണ്ടിയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ജൂണിലെ ഇവിടേക്ക് ഓരോരുത്തരുടെ വരുമാനം നിയറസ്റ്റ് 10 ലക്ഷം രൂപയ്ക്കാണ് പോകുന്നത്. 60,000 രൂപ വരുമാനം മേടിക്കുന്ന ഒരാള് ജൂണിന് 10 lakh റുപ്പീസാണ്. ഓക്കെ, ഇത് കിട്ടണമെങ്കിൽ ഈ പൈസ നിങ്ങൾ പകുതി എടുത്തോ, പകുതി അവിടെ കയ്യിൽ വെച്ചേക്കണം. അത് ഈ കോൺഫിഡൻസ് വരുന്ന സാധനമുണ്ട്. ഇത് കിട്ടിയാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, അത് അതിന് പവർ കിട്ടും. അത് എന്ത് വേണം? നല്ല ഡ്രസ്സ് വേണം. ഇത് എനിക്ക് തരാൻ നല്ല കേട്ടോ. നിങ്ങൾ അവിടെ കയ്യിൽ വെച്ചാൽ മതി, ചെലവാക്കരുത്. അത് കയ്യിൽ വെച്ചേക്കണം. നല്ല ഡ്രസ്സ് വാങ്ങാനും നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം കഷ്ടപ്പാടൊക്കെ ഉണ്ട്. കൊടുക്കാറുള്ളവരോട് ജൂൺ കൊടുക്കാന്ന് പറയും. എന്റെ 60 കയ്യിൽ വയ്ക്കും. കൊടുക്കാനുള്ള എന്ത് പറഞ്ഞാൽ മതി, എന്തെങ്കിലും കിട്ടും, 10 ലക്ഷം കിട്ടുമല്ലോ, അപ്പൊ കൊടുത്താൽ മതി. ജൂണിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരു കാര്യം ചെയ്യുന്നത്, ആർക്കെങ്കിലുമൊക്കെ കടം കൊടുക്കാനുണ്ടെങ്കിൽ 1-ാം തീയതി അവരെ വലിയ പോയിട്ട് ജൂൺ 30-ാം തീയതി തരാനുള്ള പൈസ തരാന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റ് കൂടെ കാണിച്ചു. അത് ബാങ്കായിക്കോട്ടെ, പലിശക്കാരനായിക്കോട്ടെ, ആരായിക്കോട്ടെ. ഓക്കെ, ആരെടുത്ത് പോയിട്ട് ഞാൻ തന്നേക്കാം. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങൾ കയ്യിൽ ചെക്ക് ഉണ്ടെങ്കിൽ ജൂലൈ 1-ാം തീയതി ഡേറ്റ് ഇട്ട് കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുത്തു. ധൈര്യമായിട്ട് ആ എമൗണ്ട് കൊണ്ട് പോകുന്നില്ല. ഒരു പേര് വേണ്ട, ഒരു ടെൻഷൻ വേണ്ട. കാരണം നമ്മൾ ആദ്യം ഈ 60 മേടിക്കും എന്ന ഉറപ്പും. 2, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? 25 എന്ത് ചെയ്യണം? 5 അടിച്ച് 125. 125 1 ലക്ഷം കൂട്ടി. എത്ര? 120 ലക്ഷം, 1,25,00,000. എത്ര? നിങ്ങൾക്ക് അറിയാം എത്രയുണ്ട്? 5% കൂടിയോ? ഇൻസെന്റീവ് കിട്ടണം. 1,25,00,000 ഇൻസെന്റീവ് പ്ലസ് റഫറൽ പോളിസി ഇതിൽ 10 ലക്ഷം. അതായത് 1 കോടി അത്രേ ഉള്ളൂ.